എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെയുള്ള പരീക്ഷ രാവിലെ 9:30 മുതൽ 11:15 വരെയാണ്. അതായത് 9:30 മുതലാണ് എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ 9 മണിക്കേക്ക് സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ നടക്കുന്ന എക്സാമിനേഷൻ ഒന്നാം ഭാഷ പാർട്ട് 2 ആണ്. അപ്പോൾ നിങ്ങൾ മലയാളം അല്ലെങ്കിൽ തമിഴ്, കന്നഡ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇംഗ്ലീഷ്, അതുപോലെ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫിഷറീസ് സയൻസ് ആണ്. അതുപോലെ അറബിക് സ്കൂളുകളിലുള്ളവർക്ക് അറബിക് ഓറിയൻ്റൽ 2ാം പേപ്പറാണ്. സംസ്കൃതം സ്കൂളുകൾക്ക് സംസ്കൃതം ഓറിയൻ്റൽ 2ാം പേപ്പറാണ് നാളത്തെ പരീക്ഷ. അപ്പോൾ നാളെ ബുധനാഴ്ച ഉള്ള എക്സാമിനേഷനാണിത്. അപ്പോൾ രാവിലെ 9 മണിക്കേക്ക് വിദ്യാർത്ഥികൾ ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ പേനയും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പരീക്ഷ നിങ്ങൾ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, വെറുതെ സമയം വേസ്റ്റ് ആക്കരുത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു സബ്ജക്റ്റ്, അതായത് ഓരോ സബ്ജക്റ്റിനും A+ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു A+ കിട്ടുമോ എന്നുള്ള കാര്യം നോക്കിയിട്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം നിലവിൽ ഏകദേശം 3 പരീക്ഷകളാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് A+ കിട്ടുമോ, അതാലോചിച്ച് ടെൻഷൻ ആണ് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചിന്തിക്കേണ്ടത്, ആ ഒരു പരീക്ഷ ഏതായാലും നിങ്ങൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതോർത്ത് നിങ്ങൾ ഇനി ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് A+ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ആലോചിക്കേണ്ടതില്ല. കാരണം ഓൾറെഡി ആ ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി അതിലൊന്നും ചെയ്യാനില്ല. ഇനി വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനി ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ പരീക്ഷ കഴിയുന്ന സമയത്തും നിങ്ങൾക്ക് അതിന് A+ കിട്ടുമോ അല്ലെങ്കിൽ അതിന് A കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ അതുപോലെ അതേക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പരീക്ഷകൾ എഴുതുന്ന സമയത്ത് ആ ഒരു ടെൻഷൻ കാരണം നിങ്ങൾക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതാലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മലയാളം അല്ലെങ്കിൽ തമിഴ്, കന്നഡ, അതുപോലെ സ്പെഷ്യൽ ഇംഗ്ലീഷ്, ഇതുപോലെ ഫിഷറി സയൻസ്, അതുപോലെ അറബിക് ഓറിയൻ്റൽ 2ാം പേപ്പർ, സംസ്കൃതം ഓറിയൻ്റൽ 2ാം പേപ്പർ എന്നിവയാണ് നാളത്തെ പരീക്ഷ. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 40ലാണ് പരീക്ഷ ഉണ്ടാവുക, അതായത് 40 മാർക്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു 35 മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ നന്നായിട്ട് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ നിങ്ങൾ ഒരു പുറം അല്ലെങ്കിൽ 1.5 പുറം എഴുതിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല. നിങ്ങൾ എഴുതുന്ന കാര്യത്തിൽ, അതായത് നിങ്ങൾ എന്താണോ എഴുതുന്നത് അത് ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള ഉത്തരമാണ്, അതായത് നിങ്ങൾ എഴുതുന്ന ആ ഒരു ഉത്തരത്തിലുള്ളത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എഴുതിയതിൽ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ, അത് നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് ലഭിക്കുന്നതാണ്. കാരണം പല പരീക്ഷകളിലും വിദ്യാർത്ഥികൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ 1 പുറം 1.5 പുറം ഒക്കെ essay ഒക്കെ എഴുതാനായിട്ട് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പലരും അതേ രീതിയിൽ ചിലപ്പോൾ 2 പുറമൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് 1 പുറം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു നിങ്ങൾ കാണുന്ന ഒരു ഭാഗമാണ് 1 പുറം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ നന്നായിട്ട്, അതായത് ഏകദേശം 2.5 പുറമൊക്കെ എഴുതും, 1.5 പുറം എഴുതാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ചില വിദ്യാർത്ഥികളുടേതിൽ ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള സമയത്ത് മാർക്ക് ലഭിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എഴുതുന്ന ആൻസേഴ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടുന്നതാണ്. അതായത് ഏകദേശം 35 മാർക്ക് കൂടുതലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതിൽ ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പിന്നീട് വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്ന സബ്ജക്റ്റുകളാണ് വരുന്നത്. അതായത് ഊർജ്ജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം. ഈ ഒരു 3 സബ്ജക്റ്റുകളിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് A+ കിട്ടുമെന്നുള്ളതാണ്. കാരണം ഈ ഒരു സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള പരീക്ഷയെക്കുറിച്ച് ഇനി നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. അതിന് A+ കിട്ടുമോ അല്ലെങ്കിൽ A കിട്ടുമോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം ഓൾറെഡി ആ ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ, അതായത് നാളെ നടക്കുന്ന ഈ ഒരു 1ാം ഭാഷ പാർട്ട് 2, അതുപോലെ അതിനുശേഷം വരുന്ന ബാക്കിയുള്ള എക്സാം, അതിനൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഏതായാലും കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി അതിന് A+ കിട്ടുമോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് 80 മാർക്കിന് വരുന്ന സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. 80 മാർക്കിനുള്ള വിഷയങ്ങളെന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, അതുപോലെ ഗണിതശാസ്ത്രം. ഈ ഒരു 3 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് 80 മാർക്കിൽ വരുന്നത്. ബാക്കി എല്ലാ വിഷയങ്ങളും 40 മാർക്കിലാണ് വരിക. 40 മാർക്കിൽ നിങ്ങൾക്ക് 35 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടുകയാണെങ്കിൽ അത് A+ ആണ്. അതിനോടൊപ്പം CE 10 മാർക്ക് നിങ്ങൾക്ക് സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും 10 മാർക്ക് തന്നെ കൊടുക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു CE ഉൾപ്പെടെ 50ലാണ് മാർക്ക് വരിക. അതായത് 50ൽ നിങ്ങൾക്ക് 45 മാർക്ക് ലഭിക്കുമ്പോൾ അത് A+ ആയിട്ട് മാറും. അതായത് നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ ഒരു 35 മാർക്ക് വാങ്ങിക്കണം മലയാളത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ 1ാം ഭാഷ പേപ്പർ 2ൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വിദ്യാർത്ഥികൾ ടെൻഷനൊന്നും അടിക്കാതെ നന്നായിട്ട് പഠിച്ചിട്ട് നാളെ രാവിലെ പോയിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.